അങ്ങനെ അലീനനെ സ്റ്റാൻലി കൊണ്ടുപോയതിന് ശേഷമുള്ള ഒരു സ്റ്റോറി ഉണ്ട് പറയുന്നത്. അങ്ങനെ നമ്മുടെ വൈജ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം വൈജ അവളുടെ ജോലി സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. വീണ്ടും പണ്ട് അലീന വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ വീണ്ടും പഴയപടി പോവാണ്. പക്ഷേ വൈജയും നമ്മുടെ ബാലനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു സെർമണിനെ വീട്ടിലാക്കുന്നുണ്ട് വൈജ. കൃഷ്ണമോള് സ്കൂളിലേക്കും ബബിത രോഹിത്തും പഴയതുപോലെ കോളേജിലേക്കും പോവാണ്. എന്നാൽ എല്ലാവർക്കും വല്ലാത്തൊരു മിസ്സിങ് ഫീലാണ് കേട്ടോ. അലീന ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ, ഒരാൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉള്ള ഒരു ഫീല് തന്നെ. എന്നാൽ വൈജിക്കാണെങ്കിലോ വളരെയധികം സന്തോഷമാണ് കേട്ടോ. അങ്ങനെയെങ്കിലും അവളെ കാണണ്ടല്ലോ, അവളുടെ ആ ഒരു പ്രസൻസ് ഇല്ലാതിരിക്കുമല്ലോ, അതുകൊണ്ട് അവൾ വളരെ ഹാപ്പിയാണ്. ബാലേന്ദ്രൻ തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് അവൾ മനസ്സിലുള്ളതുകൊണ്ടാണെന്നാണ് കേട്ടോ ഇപ്പോഴും വൈജ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ ഓഫീസിൽ നിന്നും വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ 3 പേരും കൂടി ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പഠിക്കുകയാണ്. വൈജ ചോദിക്കുന്നുണ്ട്, സമയം ഇത്രയായില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ ചായയൊക്കെ കുടിച്ചോ എന്ന് ചോദിക്കുമ്പം ചായ കുടിച്ചമ്മേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജ മുറിയിലേക്ക് പോയി ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്തു വന്നിട്ട് സെർവൻറ്റിനോട് ചായ എടുത്തോണ്ട് വാ എന്ന് പറയാണ്. അങ്ങനെ വൈജ അവിടെ നിന്ന് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പം സെർവൻറ്റ് ചായ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. സെർവൻറ്റിനോട് വൈജ ചോദിക്കുകയാണ്, ഇതെന്തൊരു ചായയാ, ചായ ഉണ്ടാക്കാനും അറിയില്ലേ, കൊണ്ടുപോയി കൊടുക്ക് ആർക്കാന്ന് വെച്ചാൽ. എനിക്ക് വേണ്ട ഈ ചായയൊന്നും, മര്യാദയ്ക്ക് പോയി നല്ല ചായ ഉണ്ടാക്ക്. കൃഷ്ണ പറയാണ്, അല്ല ചേച്ചിയുടെ ചായ എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടല്ലേ, എന്ത് രുചിയായിരുന്നു ചേച്ചി വെക്കുന്ന ചായക്കൊക്കെ അല്ലേ രോഹിയേട്ടാ. അതെ അതെ, ചേച്ചിയുടെ ഒരു ഗ്ലാസ് ചായ കിടുമ്പോൾ തന്നെ എല്ലാ ടെൻഷനും പറക്കുമായിരുന്നു. മതി നിർത്തിക്കോ, കുറേ ആയി ഞാൻ കേൾക്കുന്നു. അല്ലച്ചിയുടെ ചായ, അല്ലച്ചിട്ടുണ്ടാക്കുന്ന കറി, ചോറ് എല്ലാം അലീന 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 അലീന. ഇനി ആ പേരുടെ മിണ്ടിപ്പായുണ്ടല്ലോ, തിളച്ച ചായ എടുത്ത് മക്കളാണെന്ന് നോക്കില്ല, നിൻ്റെയൊക്കെ തലവഴി ഞാൻ കമത്തും എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം അമ്മയ്ക്ക് ഇതെന്തൊരു ദേഷ്യ, അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾ പറഞ്ഞത് കാര്യമല്ലേ, അല്ലാതൊന്നും അല്ലല്ലോ. അമ്മ ഒരാളെ കാരണമല്ലേ ചേച്ചി ഇവിടുന്ന് പോവേണ്ടി വന്നത്. അല്ലടി, നിൻ്റെയൊക്കെ അച്ഛൻ്റെ കാമുകിയെ ഞാനിവിടെ പിടിച്ചിരുത്താം, എന്നിട്ട് 2 പേർ കൂടി സല്ലപിക്കാനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ദേമേ അനാവശ്യം പറയണ്ട, ചേച്ചി അങ്ങനത്തെ ആളൊന്നുമല്ല. അച്ഛന് 23 വർഷമായിട്ട് അമ്മയ്ക്ക് അറിയില്ലേ. അമ്മയുടെ കല്യാണത്തിന് മുമ്പ് കുഞ്ഞുനാൾ തൊട്ടേ അമ്മ അച്ഛനെ കാണുന്നല്ലേ, എന്നെങ്കിലും അമ്മയല്ലാതെ വേറെ പെണ്ണിനെ അച്ഛൻ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് കൃഷ്ണമോള് ചോദിക്കുകയാണ്. 23 വർഷമായില്ലേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്, അച്ഛൻ ഇതുവരെ ഏതെങ്കിലും ഒരു പെണ്ണെടുത്ത് പോവുകയോ കൊഞ്ചു കുഴയുകയോ സംസാരിക്കുന്നോ എന്തെങ്കിലും അമ്മ കണ്ടിട്ടുണ്ടോ? അമ്മ കാണുന്നല്ലേ നമ്മുടെ കുടുംബത്തിലുണ്ടല്ലേ അച്ഛൻ ജീവിച്ചത്. അതേടി, അങ്ങനെയായിരുന്നു. ഈ 40-45 കൊല്ലം അങ്ങേര് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അവൾ വരുന്നതിന് മുമ്പ് വരെ ആ അലീന, അവള് എല്ലാ ആണുങ്ങളെയും പറഞ്ഞ് മയക്കാൻ കഴിവുള്ളവളാ. അനാഥയല്ലേ, ഏതോ ഒരു തള്ള പിഴച്ചിട്ട് പോയതല്ലേ, ആ തള്ളയുടെ അതേ സ്വഭാവമായിരിക്കും അവക്കുള്ളത്. അതുകൊണ്ടാ ആണുങ്ങളെ വലവീശി പിടിക്കാൻ നടക്കുന്നത്. അമ്മ പറഞ്ഞ ശരിയാ, ഏതോ ഉയർത്തി പിഴച്ചിട്ട് പോയതാ. അങ്ങനെ പല തള്ളമാർക്കും പല പാസ്റ്റും ഉണ്ട്. ഏതെങ്കിലുമൊക്കെ അവരുമായിട്ട് പ്രണയത്തിലായിട്ട് ഏതെങ്കിലുമൊക്കെ കുട്ടീനെ കൊണ്ടുപോയി എവിടെയൊക്കെ പ്രസവിച്ചിട്ട് അങ്ങ് പോയിക്കോളും. പിന്നെ അതിൻ്റെ ബാധ്യതയൊന്നും അവർക്ക് അറിയണ്ടല്ലോ. നീ എന്താടി കൃഷ്ണനെ ചെറിയ വായില് വലിയ വർത്താനം പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ, നീ അങ്ങനെ പറയണ്ട. അവളുടെ തനി സ്വരൂപം എനിക്ക് മനസ്സിലായതാ. ദേ, ഇവനെ പോലും അവളെ കറക്കിയെടുത്തില്ലേ. എന്തിന് ഏറെ പറയുന്നത്, ആ ഹരി പോലും അങ്ങനെ ആയിപ്പോവാൻ കാരണം അവളാ. അപ്പം രോഹി പറയുന്നുണ്ട്, അമ്മേ അങ്ങനെ അയലിനെ ചേച്ചിനെ അമ്മ കുറ്റപ്പെടുത്തണ്ട. അവന് ഇന്ന് വന്നു തുടങ്ങിയ പരിപാടിയൊന്നുമില്ല. ദേ, ചേച്ചി വന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമോളോട് അവൻ മോശമായി പെരുമാറിയിട്ടുണ്ട് അല്ലേ കൃഷ്ണനെ? അതേന്ന് അവൾ പറയാണ്. അന്ന് അയലിനെ ചേച്ചി വന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. ബബിത പറയാണ്, എൻ്റെ അടുത്തും അവൻ മോശമായിട്ട് പെരുമാറി. അത് അമ്മയ്ക്കറിയോ? രോഹിയേട്ടനും അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ് അത് സംഭവിച്ചത്. അപ്പോൾ വൈജയൊന്നും മിണ്ടുന്നില്ല കേട്ടോ. രോഹി പറയാണ്, അതെ, എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ സ്വന്തം പെങ്ങന്മാരെ വരെ അവൻ എയിം ചെയ്തെന്ന് വെച്ചാൽ അവൻ ചില്ലറക്കാരനൊന്നും അല്ല. അവൻ്റെ സ്വന്തം പെങ്ങളെ പോലെ കരുതണ്ടല്ലേ. ഞാൻ രഞ്ജുവിനെ അങ്ങനെയല്ലേ കാണേണ്ടത്, എന്നിട്ട് പോലും അവൻ അങ്ങനെയല്ലല്ലോ. പല പെൺകുട്ടികളെയും അവനിങ്ങനെ വല വീശിയിട്ടുണ്ട്. പലവരും അവൻ്റെ അടുത്ത് ഫ്ലാറ്റായിട്ടുമുണ്ട്. ഇതുപോലെയുള്ള കുറേ പെൺകുട്ടികൾ അവൻ്റെ അടുത്ത് വീഴാകുമ്പം അവരുടെ അടുത്ത് കൈപ്രയോഗവും അവൻ നടത്താറുണ്ട്. എൻ്റെ അല്ല ചേച്ചി അടുത്തും അവൻ അങ്ങനെയായിരുന്നു. പലതവണ ചേച്ചി ആ വീട്ടിൽ വെച്ച് അവൻ വശത്താക്കാൻ നോക്കിയതാ. പക്ഷെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് നല്ല തല്ലം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാ എന്നെ കൂട്ടുപിടിച്ച് അവൻ അതൊക്കെ ചെയ്യാൻ
പ്രേരിപ്പിച്ചത്. അവൻ തന്ന ആ മയക്കുമരുന്നിലും ഡ്രഗ്സിലും അതുപോലെ അവൻ്റെ ആ ഒരു പറച്ചിലെല്ലാം ഞാൻ വീണുപോയി. അവൻ്റെ കൂടെ കൂട്ടുകൂടി ചീത്ത കൂട്ടുകെട്ടായിപ്പോയി. അങ്ങനെയാ എനിക്ക് ആപത്ത് സംഭവിച്ചത്. ഞാൻ അതിലേക്കൊക്കെ പോയി ചാടിയത്. എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് പോലും ഓർക്കാതെ എൻ്റെ ചേച്ചിയോട് ഞാൻ അവിവേകം കാണിച്ചത് എന്ന് പറയുമ്പം, ആരാടാ നിന്റെ സ്വന്തം ചേച്ചി, അവളോ ആ പിഴച്ചവളോ എന്ന് പറയുമ്പം, ദേ അമ്മേ, ഇനിയും ചേച്ചീനെ അങ്ങനെ പറയരുത്. അത് കേട്ടാലേ എനിക്ക് അരിശം കയറി വരും. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് രോഹിത്തും ബബിതയും കൃഷ്ണയും കൂടെ ഒരുമിച്ച് പറയുന്നുണ്ട് കേട്ടോ. ചേച്ചി വന്നതിന് പിന്നല്ല പ്രശ്നം, അവന് നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം ചേച്ചി വന്നതിന് ശേഷമാണ് പുറത്തറിഞ്ഞതെന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഞാനും ഹരിയും എല്ലാം കൂട്ടി ശരണ്യയോട് അങ്ങനെ ചെയ്തതും ചേച്ചി കാരണമൊന്നും അല്ലല്ലോ. ചേച്ചി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് രോഹിത്ത് മുറിയിലേക്ക് കയറിപ്പോകുന്നുണ്ട്. ഈ വീട്ടിലെ ആണുങ്ങൾക്കെല്ലാം അവൾ കൈവശം കൊടുത്തിരിക്കുക. ആണുങ്ങൾക്ക് മാത്രമല്ല, എൻ്റെ അമ്മയ്ക്കും ബാക്കി നിങ്ങൾക്ക് രണ്ടുപേർക്കും. എൻ്റെ സഹോദരങ്ങൾക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എല്ലാവരും അവളുടെ അടുത്ത് ഫ്ലാറ്റായി നിൽക്കുക. ഇപ്പോൾ പോയടുത്ത് എങ്ങനെയാണെന്ന് ആർക്കറിയാം. അവിടെ 3-4 ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അവളോട് പോയിരിക്കുകയല്ലേ കണക്കെഴുതാനായിട്ട്. അതൊക്കെ കണക്കല്ലേ, എനിക്കറിയാം. 3-4 ആണുങ്ങൾ മാത്രമുള്ളൊരു വീട്ടിൽ 150 ഏക്കറുള്ള ഒരു എസ്റ്റേറ്റിന് നടുവിൽ ഒരു ബംഗ്ലാവിൽ അവൾ ഒറ്റയ്ക്ക് താമസിക്കണമെങ്കിൽ അവൾക്ക് എന്തുമാത്രം ധൈര്യം കാണും. ഏത് ധൈര്യത്തിലാണ് അവളവിടെ പോയി നിൽക്കുന്നത്? അപ്പം തന്നെ അവളുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാലോ എന്ന് പറയുമ്പം കൃഷ്ണ പറയാണ്, അമ്മേ, അറിവില്ലാത്ത കാര്യങ്ങൾ പറയരുത്. പിന്നീട് അതോർത്ത് അമ്മ വല്ലാണ്ട് പശ്ചാത്തപിക്കേണ്ടി വരും. ഞാൻ എന്ത് പശ്ചാത്തപിക്കാനടി? എനിക്ക് ഒരു പശ്ചാത്താപവും ഇല്ല. അതും അവളെ പറഞ്ഞതിന്. അവളെ ഇല്ലാണ്ടായെന്ന് അറിഞ്ഞ എനിക്ക് അത്രയും സന്തോഷം. എൻ്റെ കുടുംബം നശിക്കാൻ കാരണക്കാരി അവൾ ഒറ്റയിരുത്തിയ. അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരാത്തത്, എന്നെ സ്നേഹിക്കാത്തത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണയും ബബിയും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ബബിതയോട് വൈജി പറയുന്നുണ്ട്, ബബിതെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും കാലം എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ നിന്ന ബാലേന്ദ്രനല്ലേ പെട്ടെന്നൊരു നിമിഷം അവൾ വരുന്നു. വന്നതിന് ശേഷം എന്നെ ഒഴിവാക്കി വേറെ മുറിയിലേക്ക് പോവുകയും അവളാണ് വലുതെന്നും പറയുന്നു. എന്നോട് ഇപ്പോഴും ഡിവോഴ്സ് ചെയ്തേക്കാം എന്നും പറഞ്ഞ് ഒരു മൈൻഡും കാണിക്കുന്നില്ല. അതിന് കാരണം എന്തായിരിക്കും? നീ തന്നെ ആലോചിച്ച് നോക്ക്. അയാളുടെ മകളാണെങ്കിൽ അങ്ങനെ പറയായിരുന്നു. ഇപ്പോൾ അയാളുടെ മകൾ പോലുമല്ല, വെറുതെ കാര്യ ഒരു വേലക്കാരി. അവൾക്ക് വേണ്ടി അയാളെന്നെ അവോയ്ഡ് ചെയ്യുമ്പം ഞാൻ പിന്നെ എന്ത് കരുതണമെന്ന് നീ തന്നെ പറ ബബിതേ. എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ? നിനക്ക് വിവാഹപ്രായമായി വരികയല്ലേ. എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ എന്ത് ചെയ്തേനെ? നിന്റെ ഭർത്താവ് വേറെ പെണ്ണിനെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും നിന്നെ പുറത്താക്കുകയും ചെയ്താൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? നീ എന്ന് പറ എന്ന് പറയുമ്പോഴേക്കും ബബിത അതൊന്ന് ആലോചിക്കുന്നുണ്ട്. ശരിയല്ലേ വൈജ പറഞ്ഞത്? വൈജ ഒരു വൈഫാണല്ലോ. അവൾ ചെയ്ത തെറ്റുകൾ അയാൾക്കറിയില്ലെന്നാണല്ലോ അവൾ വിചാരിച്ചിരിക്കുക. ആ ഒരു സമയത്ത് വന്നു കയറി വേലക്കാരിയോട് കൂടുതൽ സിമ്പതിയും സ്നേഹവും കെയറും കാണിക്കുകയും സ്വന്തം ഭാര്യനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്ത് വേറൊരു മുറിയിലേക്ക് ഷിഫ്റ്റ് ആകുമ്പം ആരാണെങ്കിലും തെറ്റിദ്ധരിക്കുമല്ലോ. അപ്പോൾ അത് ബബിത ആലോചിക്കുകയാണ്. കൃഷ്ണ പറയുന്നുണ്ട്, അമ്മേ, അച്ഛന് അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട്. അതുകൊണ്ടാ എടി, അതാ ഞാൻ ചോദിക്കുന്നത്. ഞാനറിയാത്ത എന്ത് വ്യക്തമായ കാരണമാണ് അയാൾക്കുള്ളത്? അതെനിക്കറിയണം, അറിഞ്ഞേ പറ്റുള്ളൂ. എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്ത് വേറെ മുറിയിലേക്ക് പോയെന്നും എനിക്കറിയണം. അതമ്മ അച്ഛനെ പോയി ചോദിക്ക് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ എഴുന്നേറ്റ് പോവാണേ. ബബിതയോട് അവൾ പറയുന്നുണ്ട്, ബബിതേ, ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിയല്ലേ ഞാൻ ചോദിച്ചത്? നീയാണെങ്കിൽ എന്തെങ്കിലും പ്രതികരിക്കായിരുന്നു എന്ന് പറയാണ്. ബബിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അമ്മേ, എല്ലാം ശരിയാ, പക്ഷെ ഇതിന് പിന്നിൽ വേറെന്തോ കാരണമുണ്ടെന്ന് കൃഷ്ണ പറഞ്ഞില്ലേ? എനിക്കും അങ്ങനെ തോന്നുന്നത്. അമ്മയോട് അച്ഛന് തീർത്തൊരു കലിപ്പ് പോലെയാണ് പെരുമാറുന്നേ. തീരാത്ത ഒരു കലിപ്പും ഒരു വൈരാഗ്യമൊക്കെ ഉണ്ട്. പക്ഷെ അയലിനെ ചേച്ചീനെ സ്വന്തം മോളെ പോലെയാ കരുതുന്നതും അതെനിക്ക് മനസ്സിലായി. അല്ലാതെ അമ്മ പറഞ്ഞ പോലെ ആ ബന്ധത്തിൽ വേറൊരർത്ഥമില്ല. അച്ഛൻ അലീന ചേച്ചീനെ സ്വന്തം മകളായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അമ്മയുടെ പ്രതികാരമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. അതെന്തായാലും അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജയ്ക്ക് സെർവൻ്റ് രണ്ടാമത്തെ ചായ വേണ്ടി വരുന്നുണ്ട്. അത് കുടിച്ചിട്ട് ചായ എങ്ങനെ ഉണ്ടാക്കുന്ന പോലെ അറിയത്തില്ലാതാണോ ഒരു വീട്ടിലേക്ക് സെർവൻ്റായിട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ മുറിയിലേക്ക് കയറി പോവാണ്.
അപ്പോഴേക്കും അവൾ കുടിച്ചിട്ട് വെച്ചിട്ട് പോയ ചായ എടുത്ത് ബബിത കുടിച്ചു നോക്കുന്നു കേട്ടോ. ചേച്ചി, ഈ ചായക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ കുറച്ച് ടെൻഷൻ വേണ്ട, ചേച്ചി അവർക്ക് വിഷമിക്കുന്നതുകൊണ്ട് വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ സെർവൻറ്റ് പറയുന്നുണ്ട്, മോളെ ഇപ്പോഴത്തെ കാലത്ത് ഞങ്ങൾക്ക് യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ പോലെ ഞങ്ങളെ വേലക്കാരികളുടെ കാണാനൊന്നും പറ്റില്ല. ഞങ്ങളെ ഹൗസ് മെയ്ഡ്, അതായത് ഞങ്ങളും സാലറി വാങ്ങുന്ന അവരെപ്പോലെ തന്നെ ഒരു ജോലിക്കാരാ. ഞങ്ങളുടെ ജോലി ഇതാണ്, അവരുടെ ജോലി അതാ. എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പുച്ഛിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും ഇപ്പോൾ ഉള്ളവർക്ക് അവകാശമില്ല. പണ്ടായിരുന്നു ഞങ്ങളെ ഉപദ്രവിക്കുകയും പുച്ഛിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയൊക്കെ ചെയ്താലേ അവർ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതിനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. പിന്നെ അതൊന്നും മോൾ അമ്മയെ ഓർപ്പിച്ചാൽ കൊള്ളാം. ഞാൻ പിന്നെ മിണ്ടാതിരിക്കുന്നത് എവിടം വരെ പോകും നോക്കാനാ. എൻ്റെ അടുത്ത് കൂടുതൽ മര്യാദയോട് കാണിച്ചാൽ ഞാൻ തിരിച്ച് അതുപോലെ തന്നെ ചെയ്യുമെന്ന് മോളെന്ന് അമ്മയോട് പറഞ്ഞേക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ബബിത ഓർക്കാണ്, ഓ ഈ അമ്മയെ കൊണ്ട് സഹിക്കാൻ വയ്യല്ലോ, അവരോട് ഇനി പിണക്കി പറഞ്ഞു വിട്ടാ എന്ത് എൻ്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ബബിത മുറിയിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ അത്താഴത്തിന് ഡ്രസ്സെല്ലാം കൊണ്ട് ചേഞ്ച് ചെയ്ത് എല്ലാവരും പഠിത്തമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ബാലനും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സെർവൻറ്റ് ഫുഡൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ്. വൈജയും വന്ന് ഇരിക്കുകയാണ്. വൈജയും ബാലേന്ദ്രനും ഫേസ് ടു ഫേസ് ആണ് കേട്ടോ ഇരിക്കുന്നത്. ബാക്കി 3 മക്കളും വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കായിരിക്കും അലീനയുടെ കോൾ വരുന്നത് കേട്ടോ. അതും ബാലിൻ്റെ ഫോണിലേക്ക് വീഡിയോ കോളായിരിക്കും. ബാലൻ അവിടുത്തെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ആ ഫോൺ ചാരി വെച്ചിട്ട് സംസാരിക്കുകയാണ്. മോളെ അലീന, നീ എന്തെടുക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അലീന എന്നുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ വൈജ അവളുടെ പ്ലേറ്റിലുള്ള ആ ചോറൊക്കെ ഇങ്ങനെ ഞെരടുകയാണ് കേട്ടോ. ദേഷ്യം മൊത്തം ആ ഭക്ഷണത്തിനോട് തീർക്കാണ്. എൻ്റെ മോളോട് എന്തെടുക്കുക എന്ന് ചോദിക്കുമ്പം അച്ഛാ ഞാൻ കഴിച്ചിട്ടു, നിങ്ങൾ എന്തെടുക്കുക കഴിക്കുകയാണെന്ന് ചോദിക്കുമ്പം അതേ മോളെ കഴിക്കാൻ പോവാ എന്ന് പറയുന്നുണ്ട്. അല്ല രോഹിത്തും കൃഷ്ണയും ബബിതയും മേഡമൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പം എല്ലാവരും ഉണ്ട്, എല്ലാവരും കഴിക്കുക. പുതിയ സെർവൻ്റ് എങ്ങനെ ഉണ്ട് വെച്ചാൽ ഫുഡൊക്കെ കൊള്ളാമെന്ന് ചോദിക്കുമ്പം നല്ലതാ മോളെ, ഒരു കുഴപ്പമില്ല, പക്ഷെ മോളുടെ തരം വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല എവിടെ നിന്റെ കെയർ ടേക്കർ എന്ന് ചോദിക്കുമ്പം അദ്ദേഹം ഇവിടെ ഉണ്ട് എന്ന് പറയണം കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ള ജോലിക്കാരോ എല്ലാവരും ഇവിടെ ഉണ്ടച്ചാ, അത്താഴം കഴിഞ്ഞു, ഇനി കിടക്കാനായിട്ട് പോവാം എന്ന് പറയുമ്പോഴേക്കും അടുത്തേക്ക് ആ നായ്ക്കളൊക്കെ വരികയാണ് കേട്ടോ. നായ്ക്കൾക്കെല്ലാം ഓരോ പേരുണ്ടല്ലോ. അവരെല്ലാം വന്ന് അലീനയുടെ അപ്പുറമൊക്കെ ഇരിക്കുന്നുണ്ട്. ആഹാ ഇവന്മാരെല്ലാം അവിടെ ഇരിപ്പുണ്ടോയെന്ന് ചോദിക്കുമ്പം ഉണ്ടച്ചാ. ആ നായ്ക്കളുടെ പേര് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ ചുറ്റിപ്പറ്റി നടക്കുക. ഇനിയിപ്പം ആൻ്റെപ്പം വരണം എല്ലാവരും ഒന്ന് കൂട്ടിലാക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ സന്തോഷമായിട്ട് സംസാരിച്ചിട്ട് അവളെ ഫോൺ കിട്ടാക്കാണ് കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് വൈജ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടത് മുറുമുറുത്തോണ്ടിരിക്കുകയായിരിക്കും. ബാലനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ബാലൻ ഫോൺ താഴെ വെച്ചിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ ഈ മാറ്റം അവൾ ഇരുന്നുകൊണ്ട് ബാക്കി 3 പേർ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചിട്ട് അവനൊരു മുറിയിൽ പോയി കിടക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് വൈജയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യ. ഇത്രയൊക്കെ ആയിട്ടും അവൾ തൻ്റെ ഭർത്താവിനെയും ബാക്കി മക്കളെയൊക്കെ ഫോൺ ചെയ്യുകയാണല്ലോ. അതോർത്തുകൊണ്ട് അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവളുടെ മുറിയിൽ നിന്നും അവളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന് അറിയാനായിട്ട് അവൾ കിടന്ന അമ്മയുടെ മുറിയുണ്ടല്ലോ, ആ മുറിയിലേക്ക് വൈജ രാത്രിയിൽ ചെല്ലുന്നുണ്ട് കേട്ടോ. അവളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് എല്ലായിടവും തപ്പുവാണ്. ആ ഒരു സമയത്ത് സ്നേഹത്തിലെ ചെറിയൊരു റെസിപ്റ്റ് പോലെ കാണും കേട്ടോ. അത് അവിടെ ക്യാഷ് അടച്ചിട്ട് റെസിപ്റ്റ് എങ്ങാണ്ടായിരിക്കും കേട്ടോ, പഴയതെങ്ങാണ്ടാണ്. അത് കണ്ടു കിട്ടുന്നുണ്ട്. സ്നേഹനികേതനം ഇങ്ങനൊരു സ്ഥാപനം ഉള്ളതുകൊണ്ടല്ലേ ഇവളെപ്പോലുള്ള പിഴച്ച സന്ധികളെല്ലാം ഇങ്ങനെ ജീവിച്ചു വരുന്നത്. നാശം എന്ന് പറഞ്ഞുകൊണ്ട് അത് ചുരുട്ടിക്കൂട്ടി എറിയുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും അവളെ പലതും തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്നും ഒന്നും ലഭിക്കുന്നില്ല. ചേന്നും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും മുറിയിലേക്ക് പോയിട്ട് കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ ഒരുങ്ങിക്കെട്ടി റെഡിയായിട്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ ദിവസം കൃഷ്ണമോളെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ബബിതയ്ക്കും അതുപോലെ രോഹിത്തിനും കോളേജിൽ അന്ന് പരിപാടിയൊക്കെ ആയതുകൊണ്ട് 2 പേരും പോകുന്നില്ല കേട്ടോ. സെർവൻറ്റും ഉണ്ട് അവിടെ. അവരോട് ഉച്ചയ്ക്ക് ഭക്ഷണം ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് 2 പേരും അവനവൻ്റെ മുറിയിൽ കയറിയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ രോഹി വന്നിട്ട് ബബിതയോട് പറയാണ്, എൻ്റെ ലാപ്ടോപ്പിന് ആവശ്യമായ എന്തോ ഒരു പിന്നോ ചോദിച്ചോണ്ടോ വന്നത്, അപ്പോൾ അത് എൻ്റെ കയ്യിലില്ലാന്ന് പറയുമ്പം നമുക്ക് അമ്മയുടെ മുറി നോക്കിയാലോ,
അമ്മയുടെ കയ്യിൽ കാണുമെന്ന് പറയുമ്പം അത് പോയി നോക്കായിട്ടാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി അമ്മയുടെ മുറി തുറന്ന് ആ ഒരു പിന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ഡൈനിങ് ടേബിൾ ഫുള്ളായിട്ട് അരിച്ചു പറക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെയാണ് പിന്നീട് അലമാരിക്കകത്ത് തപ്പുന്നത്. അലമാരി തപ്പിട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് മുകളിലത്തെ കബോർഡ് അവർ കാണുന്നത് കേട്ടോ. അങ്ങനെ രോഹി കസേരയുടെ മുകളിൽ കയറുന്നതുകൊണ്ട് ആ കബോർഡുകളെല്ലാം തപ്പിയെടുക്കുകയാണ്. പഴയ കുറേ ബുക്സൊക്കെ ആയിരിക്കും കേട്ടോ അവിടെ ഇരിക്കുന്നത്. അതിൽ നിന്നും ബുക്കുകളൊക്കെ നോക്കുകയാണ് രോഹി എടുത്ത്. അതിൽ നിന്നും ബുക്കെടുത്ത് താഴേക്കിടുമ്പം എന്നിട്ട് ബബിത ആ ബുക്കുകളിൽ നിന്നും ഓരോന്ന് പറക്കി ഇതൊന്നും ഇല്ല രോഹിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ എന്തിനാ പറക്കി താഴെ ഇടുന്നേ? ആ ഒരു പിന്നെ ഇതിലെങ്കിലും കാണില്ല. ഇല്ല, ഇതിന് മൂലയ്ക്കെങ്ങാണ് വച്ചേക്കാണെങ്കിലോ എന്നും പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രോഹി തപ്പുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ബുക്ക് അവൾക്ക് കിട്ടുന്നത് കേട്ടോ. മറിച്ച് നോക്കുമ്പം ആഗ്രയുടെ ഒരു ഫോട്ടോ ആയിരിക്കും. നമ്മൾ സ്റ്റാൻലിയുടെ വീട്ടിൽ കണ്ടല്ലോ, സ്റ്റാൻലിയുടെ കയ്യിൽ ഒരു ആൽബം ഉള്ളത്. അതുപോലെ തന്നെ വൈജയുടെ കയ്യിലും ഒരു ആൽബം ഉണ്ട് കേട്ടോ. അത് അവൾ തുറന്നു നോക്കുമ്പം സ്റ്റാൻലിയുടെ കൂടെ ആഗ്രയുടെ മുമ്പിലായിട്ട് വൈജ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ഫോട്ടോ അവൾ കാണാണ്. രോഹിയേട്ടാ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, ഇതൊന്ന് നോക്കിയേ എന്നിവൾ പറയാണ്. അതും കേട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങണം കേട്ടോ രോഹി. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം രോഹിയേട്ടൻ ഇതൊന്ന് നോക്കിയെന്ന് പറയാണ്. അങ്ങനെ നോക്കുമ്പം രോഹി ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. വൈജ മറ്റാളുടെ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അതും തോളെ കയ്യൊക്കെ ഇട്ട്, മറ്റേയാളാണെങ്കിൽ അവളുടെ ഇടുപ്പിൽ കയ്യൊക്കെ ഇട്ടുകൊണ്ട് ശരിക്കും കപ്പിൾ സിഗ്നലിൽ നിന്ന് നിൽക്കുകയാണ് കേട്ടോ. വൈജ 10-21 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോയാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ മറിച്ച് നോക്കുമ്പം ഇവർ രണ്ടുപേരും കൂടി വൈജ ഗർഭിണിയായിരുന്ന സമയത്ത് അവരൊരു ഫോട്ടോ എടുത്തിരുന്നു കേട്ടോ. ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മുടെ സ്റ്റാൻലി അവരുടെ വയറിലിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ, അതായത് നമ്മളിപ്പം മെറ്റർണിറ്റി ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ, അതുപോലെ അന്നത്തെ കാലത്തെടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോയിൽ വൈജ ഗർഭിണിയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടെ നിൽക്കുന്ന ആൾ ഹസ്ബൻഡാണെന്ന് തിരിച്ചറിയാനായിട്ട് വേറെ ഇതൊന്നും വേണ്ടല്ലോ. അങ്ങനെ മറിച്ച് നോക്കും തോറും ഇവരുടെ ഓരോ ലവബിളായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അത്. രണ്ടുപേരും ഹഗ് ചെയ്ത് നിൽക്കുന്നതും രണ്ടുപേരും ഇങ്ങനെ തോളെ കൈയിട്ട് നിൽക്കുന്നതും അവിടെയുള്ള പല സ്ഥലങ്ങളിലും രണ്ടുപേരും കറങ്ങാൻ പോയതും അങ്ങനെ വൈജനെ അയാളെ എടുത്തുകൊണ്ടൊന്ന് കറക്കുന്ന പോലെയും അങ്ങനെ അവരുടെ ലവ് മൊമെൻറ്റ്സ് എല്ലാം തന്നെ ആ ഒരു ആൽബത്തിലുണ്ട് കേട്ടോ. അങ്ങനെ വൈജ 8ാം മാസം ഗർഭിണിയാണെന്ന് വരെയുള്ള പല സമയത്തുള്ള ഫോട്ടോസും ഇവരെടുത്തിട്ടുണ്ട്. വൈജയുടെ വയറ്റിൽ സ്റ്റാൻലി ഉമ്മ കൊടുക്കുന്ന പോലെയുള്ള ഫോട്ടോസൊക്കെ അതുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ട ബബിതയും രോഹിയും ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്താ രോഹിയേട്ടാ നമ്മളെന്തായി കാണുന്നേ എന്ന് ചോദിക്കുമ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ബബിതേ, ശരിക്കും ഇതാരായിരിക്കും എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല, അതും അമ്മ എന്ന ഗർഭിണിയായിരുന്നു. ഇത് നോക്ക്, അമ്മയ്ക്ക് വയറുണ്ട്. ഇത് കണ്ടില്ലേ അമ്മ ഗർഭിണിയായിരുന്ന പല സമയത്തെ ഫോട്ടോ ഇതെല്ലാം. അങ്ങനെ നോക്കുമ്പോൾ ഇയാള് എന്ന് പറയാണ്. രോഹി എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞാരായിരിക്കും? അത് ഏട്ടനായിരിക്കോ? ഏയ് ഞാൻ എൻ്റെ അച്ഛനും മോൻ തന്നെയാ, എനിക്ക് ഉറപ്പാ. അപ്പം ഇയാള് എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആവുന്നല്ലോ. നമ്മളിത് ആരോട് ചോദിക്കും? ആരോട് ചോദിക്കാനാ? അമ്മയോട് തന്നെ ചോദിക്കണം, അല്ലാണ്ട് ആരോട് ചോദിക്കാനാ? വേറെ ആരോട് ചോദിച്ചാലും ഇതിന് ഉത്തരം കിട്ടില്ല രോഹിയേട്ടാ. അതുകൊണ്ട് അമ്മയോട് തന്നെ ചോദിച്ചാലേ പറ്റുള്ളൂ എന്ന് പറയാൻ കേട്ടോ. എങ്കിലും നമ്മളിത് പോയിട്ട് എങ്ങനെ നമ്മൾ അമ്മയോട് ചോദിക്കാം എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷ്ണമോള് സ്കൂളെല്ലാം കഴിഞ്ഞിട്ടൊക്കെ വൈകുന്നേരം സമയമായിട്ടോ ഇവരുന്നും കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് രോഹിയേട്ടാ ബബിത ചേച്ചി എന്നും പറഞ്ഞിട്ട് കയറി വരാൻ കേട്ടോ. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ആ ഒരു ആൽബം കൊണ്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. അല്ല നിങ്ങളെന്താ ഇവിടെ, ഇതെന്താ കയ്യിലെന്ന് ചോദിക്കുകയാണ്. നീ ഇതൊന്ന് നോക്കിയെന്ന് പറയുമ്പോഴേക്കും കൃഷ്ണ ഇതെല്ലാം മറിച്ച് നോക്കുകയാണ് കേട്ടോ. പക്ഷെ ഇവർ അത്ഭുതപ്പെട്ടതുപോലെ അവളുടെ മുഖത്ത് വലിയ അത്ഭുതമൊന്നും കാണാനില്ല, വലിയ ഞെട്ടലും കാണാനില്ല. ബബിത ചോദിക്കുകയാണ്, നീ ഒന്നും ഞെട്ടാതെ, നിനക്ക് നേരത്തെ അറിയോ? അത് പിന്നെ എന്ന് പറയുമ്പം ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുക? നിങ്ങളെന്തിനാ ഈ ആവശ്യത്തൊക്കെ എടുക്കാൻ പോണത്? ഇതൊക്കെ അമ്മയുടെ സാധനങ്ങളല്ലേ, അതെല്ലാം അവിടെ തന്നെ വെച്ചാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് അവള് അകത്തേക്ക് എടുത്ത് വെക്കാൻ പോകുമ്പോഴേക്കും ബബിത നിക്കടി അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് സത്യങ്ങളെല്ലാം അറിയാമല്ലേ? സത്യം പറടി, ഇതാരാ? അമ്മയുടെ വയറ്റിലുള്ള ആ കുട്ടി ആരാ എന്നൊക്കെ ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അല്ല നിനക്ക് എന്തൊക്കെയോ അറിയാം, എനിക്ക് ഉറപ്പാ. നിന്റെ മുഖം കണ്ടാൽ അറിയാം. ഞങ്ങൾ രണ്ടുപേരും ഈ ഫോട്ടോ കണ്ടപ്പോൾ ശരിക്കത് പേടിച്ചു. പക്ഷെ നിനക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ പേടിയോ ഞെട്ടലോ ടെൻഷനോ ഒന്നുമില്ല. അതിനർത്ഥം നിനക്ക് നേരത്തെ അറിയാന്നാ. സത്യം പറടി,
ആരടി ഇത് എന്ന് ചോദിക്കുകയാണ്. രണ്ടുപേരും കൂടി അവളെ തടഞ്ഞു വെക്കുന്നുണ്ട്. ഇനി പറയാതെ നിനക്ക് രക്ഷയില്ല മോളെ. നീ ഇത് പറഞ്ഞില്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും കാണിച്ച് ചോദിക്കുക ആരാണെന്ന്. അയ്യോ അങ്ങനും ചെയ്യില്ലേ. അമ്മ ഇത് കാണണ്ട, അച്ഛനും കാണണ്ട. അപ്പോ നിനക്കറിയാല്ലേ, സത്യം പറടി, ഇതാരാ, എന്താ സംഭവം എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും കൃഷ്ണ പറയുന്നുണ്ട്, ഇത് അമ്മയുടെ എക്സ് ലവറാണെന്ന് പറയുമ്പോഴേക്കും ഇവർ ഞെട്ടിപ്പോവാണ്. എക്സ് ലവറോ? അതെ, ഇവർ വിവാഹം കഴിക്കാതെ രണ്ടുപേരും കൂടി ആഗ്രയിൽ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. ആ സമയത്ത് അമ്മ ഗർഭിണിയായി. പക്ഷേ കൊല്ലപ്പള്ളിക്കാരും ഇയാളുടെ വീട്ടുകാരും ആ വിവാഹത്തിന് സമ്മതിച്ചില്ല. അങ്ങനെ അമ്മേനെ അവിടുന്ന് കടത്തിക്കൊണ്ടുവന്ന് ഉള്ളിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ശേഷം അമ്മ നമ്മുടെ അച്ഛനെ വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ അയാള് വേറെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹി ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ മകനല്ലേ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ എന്ന് പറയുമ്പം പറയടി എന്താ സംഭവം. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞാരാ, രോഹിയേട്ടനാണോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എന്ന് പറയുമ്പം നീ പറ, ഞങ്ങൾ ടെൻഷൻ അടുപ്പിക്കാതെ. അല്ല, രോഹിയേട്ടനല്ല. രോഹിയേട്ടന് മുമ്പേ അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു. അത് മരിച്ചു പോയെന്നാ എല്ലാവരും അറിഞ്ഞിരിക്കുന്നേ. മരിച്ചു പോയിന്നാ അറിഞ്ഞിരിക്കുന്നോ? അപ്പം മരിച്ചു പോയില്ലേ? ഇല്ല എന്ന് പറയുന്നുണ്ട്. നീ എന്തൊക്കെയാടി പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്താ സംഭവം? അമ്മ പ്രസവിച്ച ആ കുഞ്ഞാരാ? അതെവിടെയാ? പിന്നെ ഇവരെങ്ങനെ വിവാഹം കഴിച്ചത്? അത് എല്ലാം ഒന്ന് പറ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും കൃഷ്ണ പറയാണ്, പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ കിളി പോകും. കേൾക്കാൻ തയ്യാറാണോ? പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ കയ്യിൽ സത്യം ചെയ്തു തരണം. അമ്മയോ അച്ഛനോ നമ്മൾ 3 പേരല്ലാതെ ഈ സത്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല. നിങ്ങൾ അറിഞ്ഞൊന്നും ആരും അറിയരുത് എന്നും പറഞ്ഞ് കൃഷ്ണമുള്ള സത്യം മേടിക്കാണ്. കഥ കടിച്ച് ലോക്ക് ചെയ്തതിനു ശേഷം കൃഷ്ണ ആദ്യം മുതലുള്ള എല്ലാ സംഭവവികാസങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വൈജയും സ്റ്റാലിയുമായി പ്രണയത്തിലായതും 8ാം മാസം കടത്തിക്കൊണ്ട് വന്നതും അമ്മ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു എന്നും പറഞ്ഞവളെ വിശ്വസിപ്പിച്ച് അവളെ 2ാമത് വിവാഹം കഴിപ്പിച്ചതും എന്നാൽ ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊടുത്തതും അതിനുശേഷം അമ്മ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല, സ്റ്റാലിൻ ചിന്തിച്ചിട്ടുമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയാണ്. അപ്പോൾ ഈ കുട്ടിയാരാന്ന് ചോദിക്കുമ്പം അത് വേറെ ആരുമല്ല, നമ്മുടെ ആലിന ചേച്ചിയാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രോഹിയും നമ്മുടെ അവളും ഉണ്ടല്ലോ, നമ്മുടെ ബാബിത, ശരിക്കും അപ്പോഴാട്ടോ ഞെട്ടിൽ എന്താണെന്ന് അവർ അറിയുന്നത്. നീ എന്താ പറഞ്ഞേ? ആലിന ചേച്ചിയോ? അതെ, നമ്മുടെ ആലിന ചേച്ചിയാ നമ്മുടെ അമ്മയുടെ മകള്. അമ്മ പ്രസവിച്ച നമ്മുടെ എല്ലാം മൂത്ത ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് രണ്ടുപേർക്കും വിശ്വസിക്കാനാവാതെ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കാനട്ടോ. അതെ, ഞാൻ പറഞ്ഞ സത്യ, നമ്മുടെ അമ്മ പ്രസവിച്ച നമ്മുടെ സ്വന്തം ചേച്ചിയാ ആലിന ചേച്ചി. എന്നിട്ട് കുഞ്ഞിരാമൻ മേനോൻ പോയിട്ട് അവിടെ പോയി ആലിന ചേച്ചിയെ കൊണ്ടുവന്നതും അതുപോലെ ചേച്ചി തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതും ശേഷം അച്ഛൻ അതായത് ബാലേന്ദ്ര മേനോൻ സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചതും അതുപോലെ ചേച്ചിയോട് ചോദിച്ചതും പിന്നെ കടത്തിക്കൊണ്ട് പോയപ്പോൾ ശിവനും രാജീവനും ഒക്കെ സത്യങ്ങൾ അറിഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവരെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. കൃഷ്ണമോൾ എങ്ങനെ അറിഞ്ഞെന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സത്യങ്ങളും അവരോട് തുറന്നു പറയുന്നുണ്ട്. ഭവിത രോഹിൻ ചോദിക്കുകയാണ്, ഇത്രയും പേരറിഞ്ഞു, പിന്നെ ഞങ്ങൾ അറിഞ്ഞാൽ എന്താ കുഴപ്പം? നീ എന്തുകൊണ്ടാ ആ സത്യം പറയാതിരുന്നേ? ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയാണെങ്കിൽ ഇവിടുന്ന് എന്തിനാ കൃഷ്ണനെ പറഞ്ഞയച്ചത്? നമ്മുടെ കൂടെ തന്നെ നിർത്തിയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് കൃഷ്ണ മറ്റൊരു കാര്യം കൂടി പറയുന്നത് കേട്ടോ. നമ്മുടെ അച്ഛനുണ്ടല്ലോ, അച്ഛന് ഈ സംഭവങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങളെല്ലാം അമ്മ അറിഞ്ഞാൽ അച്ഛൻ നിമിഷം തന്നെ അമ്മയെ ഡിവോഴ്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സത്യങ്ങളൊന്നും പറയാൻ പറ്റാത്തത് എന്നും കൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ. ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. നമ്മുടെ അമ്മയ്ക്ക് അപ്പോൾ ചേച്ചി ജീവനുണ്ടെന്ന് പോലും അറിയില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ലേട്ടാ, നമ്മുടെ അമ്മയ്ക്ക് സത്യങ്ങളൊന്നും അറിയില്ല. ചേച്ചി ജീവനോടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ല. പിന്നെ അമ്മയുടെ തെറ്റല്ല, അമ്മയുടെ വീട്ടുകാരെല്ലാം കൂടി ചെയ്ത ചതിയാ. ആ സ്റ്റാലിനെ ചതിച്ചു എന്നാ അമ്മ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല, സ്റ്റാലിനെ വീട്ടുകാർ ചതിച്ചു. നമ്മുടെ ഈ അമ്മയുടെ വീട്ടുകാരും 2 വീട്ടുകാരും കൂടി ഒത്തോണ്ട അഭിമാന കൊല്ലാന്നൊക്കെ പറയത്തില്ലേ, അതുപോലായിരുന്നു ആ സ്റ്റാലിയെ കൊല്ലാനും ഒക്കെ ഈ കൊല്ലപ്പള്ളിക്കാർ പണ്ട് ശ്രമിച്ചതാ. അങ്ങനെയാ സ്റ്റാലി പിന്നെ കുഞ്ഞിനെ കാണാൻ പിന്നീട് ആ അമ്മയെ അന്വേഷിച്ച് വരാഞ്ഞുകൊണ്ട് തന്നെ അമ്മയും സ്റ്റാലിനെ ചതിച്ചു എന്ന് കരുതി. അങ്ങനെയാ അച്ഛൻ വിവാഹം കഴിച്ച്
ജീവിതത്തിൽ വലിയൊരു ചതി പറ്റിയ പോലെയാ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും. എന്നാൽ ആ സ്റ്റാൻലി അമ്മയെ ചതിക്കുകയല്ലായിരുന്നു, സ്വന്തം വീട്ടുകാർ തന്നെയാണെന്ന് അമ്മ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. സ്വന്തം വീട്ടുകാർ കുഞ്ഞ് മരിച്ചു പോയെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ, പക്ഷെ അതും സത്യമല്ലെന്ന് അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അമ്മയെ അറിയിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എനിക്കുമുണ്ട്. പക്ഷേ അച്ഛൻ്റെ പിടിവാശിയാ ഇതിനെല്ലാം കാരണം. അച്ഛൻ പറഞ്ഞതിന് ന്യായമില്ലേ? 23 വർഷക്കാലം ആ വീട്ടുകാരെല്ലാം കൂടി നമ്മുടെ അച്ഛനെ ചതിക്കുകയല്ലായിരുന്നോ? അത് ഒരാൾക്ക് എങ്ങനെ സഹിക്കാനാവും? അതുകൊണ്ടാ അച്ഛൻ ആകെപ്പാടെ തകർന്നു പോയത്. ഒരു തവണ ആദ്യത്തെ തവണ അച്ഛൻ അറ്റാക്ക് ഉണ്ടായതും അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ സത്യങ്ങളും കൃഷ്ണമോള് ഇവരോട് തുറന്നു പറയാൻ കേട്ടോ. എന്നിട്ട് ഈ ഫോട്ടോ എവിടെയാണ് ഇരുന്നത് അവിടെ തന്നെ കൊണ്ട് വെക്കണം, ഒരടയാളങ്ങളും ബാക്കി വെക്കരുത്. അമ്മയ്ക്ക് മനസ്സിലായതുപോലെ ആവരുത്. അമ്മയ്ക്കെങ്ങാനും മനസ്സിലായാൽ അമ്മ അഭിമാനിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അമ്മ വല്ല കടങ്ങുകയും ചെയ്ത് കളയും. അതുകൊണ്ട് അമ്മയൊന്നും അറിയണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവരാ ഫോട്ടോ എല്ലാം കൊണ്ടുവന്ന് തിരിച്ചമ്മ വരുന്നപ്പോൾ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യങ്ങളെല്ലാം ഇവർ തിരിച്ചറിയാണ്. അലീനോട് അവർക്ക് കൂടുതൽ സ്നേഹം തോന്നുന്നു കേട്ടോ. പിന്നെ തൻ്റെ അമ്മ ചതിക്കപ്പെടുകയായിരുന്നെന്നാണല്ലോ അമ്മ കരുതിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് അമ്മയോടും വല്ലാത്തൊരു സങ്കടം തോന്നുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വൈജ സത്യയോടെ അറിഞ്ഞുകൊണ്ടല്ലല്ലോ, അവൾ ഒരാളെ സ്നേഹിച്ചു, അയാളെ വീട്ടുകാർ കൂടി ചതിക്കുകയായിരുന്നല്ലോ. എന്നാൽ സ്റ്റാൻലി ചതിക്കുകയാണെന്നാണ് വൈജ കരുതിയതും. അതുകൊണ്ടാണല്ലോ ബാലേന്ദ്രനെ വിവാഹം കഴിച്ചതും. എല്ലാം വീട്ടുകാരല്ലേ ചെയ്ത് കൂട്ടിയത്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ, ആ വീട്ടുകാരെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സ്റ്റാലിക്കും വൈജിക്കൂടി ആലീന എന്നൊരു കുഞ്ഞ് പിറന്നതിനെ ആ പെൺകുട്ടിയെ അവർ പൊന്നുപോലെ കൊണ്ടുവന്ന് സ്നേഹിച്ചേനെ, അവരെ കുടുംബമായിട്ടിപ്പോൾ ജീവിച്ചേനെ. അതെല്ലാം തകർത്ത് കൂട്ടിയത് ആ കുടുംബമാണല്ലോ. അങ്ങനെ 3 പേരും കൂടി എങ്ങനെ ഇവരെയൊക്കെ ഒരുമിപ്പിക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ.